ഇന്ന് നമ്മൾ ഈ ബക്കറ്റിൽ എടുക്കുന്ന 3 ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികൾക്ക് ചിക്കൻ ഫീഡ് ചെയ്യാനായിട്ട് വന്നതാണ്. മുമ്പ് നമ്മളൊരു ഫീഡിങ് വീഡിയോ എടുക്കാനായിട്ട് നോക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വെള്ളം മൊത്തം ഇങ്ങനെ ആൽഗ അടിച്ച് കിടന്നിരുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം വെള്ളം ക്ലിയർ ആകുമ്പോൾ ഒരു ഫീഡിങ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് നമ്മൾ ഈ ബക്കറ്റുകളിൽ വാട്ടർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ സൈസ് ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ആദ്യമായിട്ടാണ് ഈ ബക്കറ്റുകളിൽ നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഇലവർഗ്ഗങ്ങൾ കൊടുക്കാറുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് അളവിലേ കൊടുക്കാവൂ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഡൈജസ്റ്റ് ആവാനൊക്കെ ആയിട്ട്, കാരണം സ്ഥിരമായിട്ട് കഴിക്കുന്നത് പെല്ലറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചിക്കൻ കഴിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അവരെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടില്ല, നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്തത് പെട്ടെന്ന് പുറത്തേക്ക് തള്ളി, എന്നിട്ട് കുറച്ച് സമയം എടുത്തായിരിക്കും അവർ കഴിക്കുന്നത്. ഇത് കണ്ടില്ല, ഇത് ഒറ്റയടിക്ക് തന്നെ കഴിച്ചു. ചിലത് ആദ്യം ഒന്ന് കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് തള്ളും, കാരണം അത് പെട്ടെന്ന് അവർക്ക് വിഴുങ്ങാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ ചിക്കൻ എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരം കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ഒറ്റയടിക്ക് അങ്ങ് എടുത്തോളും. അല്ലാന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ അവർ ഒന്ന് എടുത്തിട്ട് പിന്നെ ഒന്ന് തുപ്പി അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊടുത്താൽ മതി. പിന്നീട് ചെറിയ രീതിയിൽ നമ്മൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ആദ്യത്തെ ബക്കറ്റിൽ മൂന്നാമത്തെ ബക്കറ്റിലും കിടക്കുന്നത് ഏകദേശം ഒറ്റയടിക്ക് തന്നെ കഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ ബക്കറ്റിൽ കിടക്കുന്നതാണ് എടുത്ത് ഒന്ന് പുറത്തേക്ക് തള്ളിയിട്ടൊക്കെ കുറച്ച് സമയം എടുത്ത് കഴിക്കുന്നത്. അവർ കഴിക്കാതെ താഴെ ഇട്ടാലും അവർ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ വന്ന് എടുത്തോളും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്തപ്പോൾ അത് എടുത്തില്ല, ആദ്യത്തെ തിന്ന് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് രണ്ടാമത്തെ എടുക്കാതിരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ താഴ്ത്ത് പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ച് കഴിയുമ്പോൾ അവർ കഴിച്ചോളും. ആദ്യമായിട്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നത് പെല്ലറ്റ് ഫുഡാണ്. പെല്ലറ്റ് ഫുഡ് വെള്ളത്തിലൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും, ഈസി ആയിട്ട് വിഴുങ്ങാനായിട്ട് പറ്റും. പക്ഷേ ചിക്കൻ അങ്ങനെയല്ല, കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മീറ്റ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തായിരിക്കും അവർക്ക്. ഇപ്പോൾ ആദ്യം കഴിക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുള്ളൂ, പിന്നീട് അങ്ങ് ശരിയായിക്കോളും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിതുപോലെ പതുക്കെ എല്ലാ ജയൻറ്റ് ഗൗരാമികൾക്കും ചെറിയ രീതിയിൽ ഇതുപോലെ നോൺ വെജ് ഫീഡ് ചെയ്ത് തുടങ്ങും. കാരണം നോൺ വെജ് ഫീഡ് ചെയ്യുന്ന നമ്മുടെ ഗൗരാമികൾക്കെല്ലാം അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പെല്ലറ്റ് ഫുഡും പച്ചിലകളും അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളും മാത്രമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രോട്ടീൻ കണ്ടൻറ്റിൻ്റെ അളവ് കുറവാണ്. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടി വരും. ഇതുപോലെ നമ്മൾ ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അത് എടുത്തിട്ട് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഒറ്റയടിക്ക് വിഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എടുത്തിട്ട് പുറത്തേക്ക് വിഴുങ്ങുന്ന സമയത്ത് പൊടി ആയിട്ട് അതിൻ്റെ വായിൽ നിന്ന് ഈ ഒരു ചിക്കൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളം പെട്ടെന്ന് മോശമാവാൻ സാധ്യതയുണ്ട്. ഈ ചിക്കൻ്റെ പാർട്ടിക്കിൾസൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആയി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നോൺ വെജിൻ്റെ സംഭവം വെള്ളത്തിൽ ഡിസോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളും അത്തരം സംഭവങ്ങളൊക്കെ വെള്ളത്തിൽ പെട്ടെന്ന് ഫോം ചെയ്യും. നമ്മുടെ പെല്ലറ്റ് ഫുഡിനേക്കാളും അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒക്കെ വേസ്റ്റ് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നതിനേക്കാളും പ്രോബ്ലമാണ് ഈ മീറ്റ് ഐറ്റംസ് വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പോൾ. അതുപോലെ തന്നെ ഈ ഫാറ്റ്, ഇപ്പോൾ ചിക്കൻ്റെ ഒക്കെയുള്ള ഫാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വെള്ളത്തിൽ ഇങ്ങനെ പാട കിട്ടിയൊക്കെ ചില സമയങ്ങളിൽ കെടുക്കും. അതുപോലെ ചിക്കൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ലീൻ മീറ്റ് മാത്രം എടുത്ത് ഫീഡ് ചെയ്യാവൂ. അതായത് ചിക്കൻ്റെ ഫാറ്റ് കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് ഏരിയ ആണ്. അതിന് ചിക്കൻ ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ചെസ്റ്റ് ഏരിയ ആണ്, അതിനെ പറയുന്നത് ചിക്കൻ ബ്രസ്റ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള മീറ്റാണ് ഏറ്റവും ഫാറ്റ് കുറഞ്ഞത്. അപ്പോൾ പരമാവധി അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്ത് ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവിടെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഫാറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ചിക്കൻ്റെ തൊലി ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡൈജസ്റ്റ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്നേക്ക് ഹെഡിൻ്റെ ടാങ്കിലും നമ്മൾ ചിക്കനാണ് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് സ്ഥിരമായിട്ട് ചിക്കൻ തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വെള്ളത്തിൽ ഒരു ചെറിയ രീതിയിൽ ഈ ഫാറ്റ് ഇങ്ങനെ പാട കെട്ടി കിടക്കുന്നത് പോലെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഫാറ്റ് ഉള്ള ഭാഗങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നോൺ വെജ് കൊടുക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ പെല്ലറ്റ് ഫുഡും നമ്മൾ വെജിറ്റേറിയൻ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫാറ്റിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ പാട കിട്ടുന്ന പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നോൺ വെജ് കൊടുക്കുമ്പോൾ എപ്പോഴും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്, നോൺ വെജ് ഫുഡായിട്ട് ചിക്കൻ കൊടുക്കുന്നത്. ചിക്കൻ മാത്രമല്ല, വേറെ ചിക്കനേക്കാളും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഫിഷ് കാറ്റഗറിയിൽ പെട്ടതാണ്. ചെമ്മീൻ അല്ലെങ്കിൽ മീനുകളിൽ തന്നെ ഫാറ്റ് കുറഞ്ഞ മീനുകൾ, ചെറിയ ഫീഡർ ഫിഷുകൾ, ലൈവ് ഫിഷ്, പിന്നെ വേംസ്, ഇത്തരം ഫുഡുകളാണ് ശരിക്ക് മീനുകൾക്ക് കൂടുതലും നോൺ വെജ് സോഴ്സായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ചിക്കൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡല്ല ശരിക്ക്. കാരണം ഇത് അവർ നാച്ചുറലായിട്ട് കഴിക്കുന്ന ഒരു സംഭവമല്ല. ചെമ്മീൻ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളാണ്, അല്ലെങ്കിൽ മീനുകൾ, ചെറിയ മീനുകൾ, ഫിഷ് കാറ്റഗറിയിൽപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് സൂട്ടബിളായിട്ട് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേംസ് കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളാണ് കൂടുതലും ഇവർക്ക് നോൺ വെജ് ഫുഡായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അത്തരം ഫുഡുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷ് കാറ്റഗറി അല്ലെങ്കിൽ വേംസ്. ചിക്കൻ കൊടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം എന്ന് മാത്രം. ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ നാളായിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. ഒരുമാതിരിപ്പെട്ട അലിഗേറ്റർക്കാർ, അതുപോലെ ഈ സ്നേക്ക് ഹെഡുകൾക്ക്, ജയൻറ്റ് ഗൗരാമികൾക്കൊക്കെ.
അപ്പോൾ കാണുന്നവരിൽ ചിലപ്പോൾ ചിലർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചിക്കൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേപ്പിൾ ഫുഡല്ല. ഇവർ സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു ഫുഡല്ല. അപ്പോൾ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ അത് വീണ്ടും എടുത്തു പറയുന്നത്. ചിക്കൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് കൊടുക്കേണ്ട സാധനമാണ്. അവർ നാച്ചുറലായിട്ട് കഴിക്കുന്നൊരു ഫുഡല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മറ്റ് സോഴ്സുകൾ ചൂസ് ചെയ്യുക. വേംസ് അല്ലെങ്കിൽ ചെമ്മീൻ, ഫിഷ് കാറ്റഗറിയിൽ പെട്ട മറ്റ് മത്സ്യങ്ങൾ, അല്ലെങ്കിൽ വലിയ ഫാറ്റ് കുറഞ്ഞ മീനുകളുടെ മാംസം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ എന്തുകൊണ്ടാണ് ചിക്കൻ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വാങ്ങുന്നതാണ് സ്ഥിരമായിട്ട്. അപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി അത് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച്, അപ്പോൾ എനിക്കത് മാനേജ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടാണ് തോന്നിയത്. ചെമ്മീനാണെങ്കിലും മറ്റ് നോൺ വെജ് ഫുഡുകൾ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ചിക്കനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവർക്ക് ചിക്കൻ ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മറ്റ് മീനുകൾക്ക് കൊടുക്കുന്ന പോലെ ആഴ്ചയിൽ ഒരു 2-3 തവണ ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇലവർഗ്ഗങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ പെല്ലറ്റിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.